ഈ വൈശാഖ മാസത്തിന് കൂടുതൽ പുണ്യത ചാർത്തിക്കൊണ്ട് നരസിംഹ ജയന്തി മെയ് 11 ഞായറാഴ്ച ആചരിക്കപ്പെടുകയാണ്. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ചതുർദശി തിഥിയിലാണ് നരസിംഹ ജയന്തി നമ്മൾ ആചരിക്കുന്നത്. ചതുർദശി തിഥി ആരംഭിക്കുന്നത് മെയ് 10 വൈകിട്ട് 5:29 മുതൽ മെയ് 11 രാത്രി 8:01 വരെയാണ്. അതിവിശിഷ്ടമായ ഈ നരസിംഹ ജയന്തി നമ്മൾ സാധാരണക്കാർക്ക് എങ്ങനെ ആചരിക്കാൻ കഴിയും? ക്ഷിപ്രപ്രസാദിയായ ഭഗവാന്റെ അനുഗ്രഹം അതിവേഗം ലഭിക്കുന്നതിനായി അന്നേ ദിവസം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഈ പുണ്യ ദിവസം വ്രതം നോൽക്കേണ്ട വിധം എങ്ങനെയാണ്? കൂടാതെ നരസിംഹസ്വാമിയുടെ ഉഗ്രശക്തിയുടെ മുഹൂർത്തങ്ങൾ, ഇതെല്ലാം ഒന്ന് നമുക്ക് അറിഞ്ഞു വരാം. അതിനു മുൻപ് നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഭഗവാൻ വിഷ്ണുവിന്റെ പ്രിയപ്പെട്ട ഭക്തർക്ക് വളരെയധികം പ്രാധാന്യമുള്ള ദിവസങ്ങളിലൊന്നാണ് നരസിംഹ ജയന്തി. ഭഗവാന്റെ 4ാമത്തെ അവതാരമായ നരസിംഹ ഭഗവാന്റെ ദിവ്യമായ അവതാരത്തെ അടയാളപ്പെടുത്തുന്ന പുണ്യ ദിവസമാണിത്. കൃതയുഗത്തിലെ ഭഗവാന്റെ 4 അവതാരങ്ങളിൽ ഏറ്റവും അവസാനത്തേതാണ് നരസിംഹ അവതാരം. തന്റെ ഭക്തനായ പ്രഹ്ലാദനെ സംരക്ഷിക്കാനും തിന്മയെ നശിപ്പിക്കാനും ഭഗവാൻ വിഷ്ണു നരസിംഹത്തിന്റെ, അതായത് പകുതി മനുഷ്യനും പകുതി സിംഹരൂപവും സ്വീകരിച്ച ദിവസമാണ് നരസിംഹ ജയന്തിയായി നമ്മൾ ആചരിക്കുന്നത്. അഹങ്കാരത്തിനും തിന്മയ്ക്കുമെതിരെ ഭക്തിയും നീതിയും നേടുന്നതിന്റെ ആത്യന്തിക വിജയത്തെയാണ് നരസിംഹ ഭഗവാൻ പ്രതിനിധീകരിക്കുന്നത്. അന്നേ ദിവസം ഭഗവാനെ ആരാധിക്കുന്നത് ഭയം അകറ്റുകയും ധൈര്യം നൽകുകയും ജീവിതത്തിന് ആത്മീയ സംരക്ഷണം നൽകുകയും ചെയ്യും. ദുഷ്ടനായ ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ച് തന്റെ ഭക്തനായ പ്രഹ്ലാദനെ വിഷ്ണു ഭഗവാൻ കൂടുതൽ ഭക്തനാക്കി മാറ്റിയ ഐതിഹ്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. മൃഗീയ വാസനകൾ ഇല്ലാതാക്കി സൽപ്രവൃത്തികളിലേക്ക് തിരിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും ഉത്തമ മനുഷ്യനായി മാറാൻ കഴിയും. ഇതാണ് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ നരസിംഹ അവതാരം നമ്മൾ സാധാരണക്കാർക്ക് നൽകുന്ന സന്ദേശം. ക്ഷിപ്രപ്രസാദിയാണ് നമ്മുടെ സാക്ഷാൽ നരസിംഹമൂർത്തി. പ്രഹ്ലാദന്റെ വിളി കേട്ട നിമിഷം തന്നെ തൂണ് പുലർന്ന് പ്രത്യക്ഷനായി ഭഗവാൻ. അതുപോലെ മനസ്സറിഞ്ഞൊന്ന് വിളിച്ചാൽ വിളിപ്പുറത്താണ് നമ്മുടെ ഭഗവാൻ. ഭഗവാനെ നിരന്തരം ഭജിച്ചാൽ വ്യാഴം, ശനി, ഗ്രഹദോഷങ്ങൾ, ദൃഷ്ടിദോഷം, ശത്രുദോഷം ഇവയെല്ലാം അവസാനിക്കും. അതുപോലെ തന്നെ ദാരിദ്ര്യനാശം, ശത്രുദോഷം, രോഗദുരിതങ്ങൾ, വിവാഹ തടസ്സം ഇവയെല്ലാം മാറി സമ്പത്തും ഐശ്വര്യവും വന്നു ചേരാൻ ലക്ഷ്മി സമേതനായ നരസിംഹമൂർത്തിയെ പൂജിച്ചാൽ മതി. ലക്ഷ്മി സമേതനായ നരസിംഹമൂർത്തിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിച്ച് ദുഷ്ടനായ ഹിരണ്യകശിപുവിന്റെ മാറു പിളർന്നു വധിച്ചിട്ടും കോപമടങ്ങാതെ ഉഗ്രമൂർത്തിയായി നിന്ന നരസിംഹമൂർത്തിയുടെ രൗദ്രഭാവം കണ്ട സകല ദേവീദേവന്മാരും ഭയന്നു വിറച്ചു നിൽക്കുന്ന സമയം ഭഗവാൻ മഹാവിഷ്ണു ശാന്ത സ്വരൂപനാണെങ്കിൽ അദ്ദേഹത്തിന്റെ അവതാരമായി പിറവിയെടുത്തിരിക്കുന്ന നരസിംഹമൂർത്തി ഉഗ്രമൂർത്തിയാണ്. അങ്ങനെ ഭഗവാന്റെ ആ ഉഗ്രരൂപം കണ്ട് എല്ലാവരും ഭയന്നു നിൽക്കുന്ന ആ സമയത്ത് വിഷ്ണു ഭഗവാന്റെ പരമഭക്തനായ നമ്മുടെ ചെറിയ പ്രഹ്ലാദൻ അത് വളരെ ചെറിയ കുട്ടിയാണ് കേട്ടോ, ഒരു 5 വയസ്സോ മറ്റോ കാണുകയുള്ളൂ. കുട്ടി പ്രഹ്ലാദൻ എന്ത് ചെയ്തു? ഭഗവാനെ സ്തുതിക്കുവാൻ തുടങ്ങി. പ്രഹ്ലാദന്റെ ഈ സ്തുതിഗീതങ്ങൾ കേട്ട് നരസിംഹസ്വാമിയുടെ കോപമൊക്കെ പെട്ടെന്ന് തന്നെ തണുത്തു കേട്ടോ. പെട്ടെന്ന് തന്നെ ഭഗവാൻ ശാന്തനായി. എന്നിട്ടോ ലക്ഷ്മി സമേതനായി അവതരിച്ച് പ്രഹ്ലാദനെ അനുഗ്രഹിച്ച ശേഷം അപ്രത്യക്ഷനാവുകയും ചെയ്തു. ഈ സങ്കല്പമാണ് ലക്ഷ്മി നരസിംഹമൂർത്തി. വ്യാഴാഴ്ചകളിലും നരസിംഹ ജയന്തി ദിവസവും ചോതി നക്ഷത്രത്തിലും വിഷ്ണു നരസിംഹമൂർത്തി മന്ത്രജപം നടത്തുന്നതും ക്ഷേത്ര ദർശനവും ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ കുറയ്ക്കാൻ വളരെയധികം നല്ലതാണ്. ഇപ്രാവശ്യം ഭഗവാൻ മഹാവിഷ്ണുവിന് പ്രാധാന്യമുള്ള ദിവസങ്ങളിൽ ഒന്നായ ഞായറാഴ്ച നരസിംഹ ജയന്തി വരുന്നതിനാൽ ഈ ദിനത്തിലെ വ്രതാനുഷ്ഠാനം ഇരട്ടി ഫലം നൽകുന്നതാണ്. അന്നേ ദിവസം അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ശുഭ്രവസ്ത്രം ധരിച്ച് പൂജാമുറിയിൽ നിലവിളക്ക് കൊളുത്തുക. നരസിംഹ ഭഗവാന്റെ ഒരു ചിത്രമുണ്ടെങ്കിൽ വളരെ ഐശ്വര്യമാണ്. അതിനു മുൻപിൽ ഒരു നെയ്വിളക്ക് സമർപ്പിക്കാം. ഭഗവാന് പുഷ്പങ്ങൾ, തുളസിയില എന്നിവ അർപ്പിക്കാം. ചുവന്ന ചെത്തിപ്പൂ ഉണ്ടെങ്കിൽ അതികേമമാണ്. ഭഗവാൻ അത്രയേറെ പ്രിയപ്പെട്ടതാണ് ചെത്തിപ്പൂവ്. തേങ്ങ, ശർക്കര, മധുര പലഹാരങ്ങൾ എന്നിവ സമർപ്പിക്കാം. ഇവയെല്ലാം ചേർത്ത് നമ്മൾ തന്നെ തയ്യാറാക്കുന്ന ഒരു നിവേദ്യം ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. ഭഗവാനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. സകല ദോഷ, ദുഃഖ, ദുരിത ശാന്തിക്കായി, സർവ്വ ഐശ്വര്യത്തിനായി, കടബാധ്യതകളിൽ നിന്നും പൂർണ്ണ മോചനത്തിനായി, രോഗദുരിത ശാന്തിക്കായി, തൊഴിൽ തടസ്സം നീങ്ങിക്കിട്ടാൻ, അങ്ങനെ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണോ നിങ്ങളെ ഈ കാലയളവിൽ വിഷമിപ്പിക്കുന്നത് അതെല്ലാം സാക്ഷാൽ നരസിംഹമൂർത്തിയോട് മനമുരുകി പ്രാർത്ഥിച്ച് കാൽക്കൽ സമർപ്പിക്കുക. ഉറപ്പായും ക്ഷിപ്രപ്രസാദിയായ ഭഗവാൻ നമ്മുടെ വിളി തൽക്ഷണം കേൾക്കും,
നിവർത്തിച്ചു തരും നമ്മുടെ ആവശ്യങ്ങൾ അതെന്ത് തന്നെയായാലും. വിഷ്ണു സഹസ്രനാമം, നരസിംഹ ഗായത്രി മന്ത്രം, നരസിംഹമൂർത്തി മന്ത്രം, ലക്ഷ്മി നരസിംഹ സ്തോത്രം, ഈ മന്ത്രങ്ങളെല്ലാം അന്നേ ദിവസം ഭക്തിയോടെ ചൊല്ലുന്നത് സർവ ഐശ്വര്യദായകമാണ്. നരസിംഹമൂർത്തി മന്ത്രം ഇതാണ്: ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം. നമ്മളിലിടയ്ക്ക് അകാരണമായി ഉണ്ടാകുന്ന ഭയം അകറ്റാനും സർവ ദുരിത മോചനത്തിനും 3 തവണയെങ്കിലും ഈ നരസിംഹ മന്ത്രം ചൊല്ലുന്നത് അത്യുത്തമമാണ്. നരസിംഹ അവതാരം ത്രിസന്ധ്യാ നേരത്തായതിനാൽ ആ സമയം ഭക്തിയോടെ അതിവിശിഷ്ടമായ ഈ നരസിംഹമൂർത്തി മന്ത്രം ചൊല്ലുന്നതും ക്ഷേത്ര ദർശനം നടത്തുന്നതും ഇരട്ടി ഫലം നൽകുന്നതാണ്. തന്റെ മനസ്സറിഞ്ഞ് ഭക്തിയോടെ വിളിക്കുന്നവരുടെ രക്ഷയ്ക്കെത്തുന്ന നരസിംഹമൂർത്തിയെ പൂജിക്കാൻ നമ്മൾ സാധാരണക്കാർക്ക് ചെയ്യാവുന്ന ലളിതമായ ധാരാളം വഴിപാടുകളുണ്ട്. നരസിംഹമൂർത്തി ക്ഷേത്രങ്ങളിൽ നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചാൽ അഭീഷ്ട സിദ്ധിയാണ് ഫലം. ഇതോടൊപ്പം തന്നെ തൊഴിൽ, വിവാഹ തടസ്സങ്ങൾ മാറാനും നരസിംഹമൂർത്തിക്ക് നെയ്വിളക്ക് സമർപ്പിക്കുന്നത് വളരെ ഐശ്വര്യമാണ്. ഭഗവാന് തുളസിമാല സമർപ്പിക്കുന്നതും വളരെ ഐശ്വര്യമാണ്. ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പുഷ്പമായ, നമ്മൾ നേരത്തെ പറഞ്ഞു, ചുവന്ന ചെത്തി, അത് സമർപ്പിക്കാം. പ്രിയപ്പെട്ട നിവേദ്യമായ പാൽപായസം, കടും പായസം, കദളിപ്പഴം, അവൽ ഇവയൊക്കെ ക്ഷേത്രത്തിൽ അന്നേ ദിവസം ഭഗവാന് നിവേദിക്കാം. ഇതെല്ലാം വളരെ ഐശ്വര്യദായകമാണ്. അതുപോലെ നരസിംഹമൂർത്തിയെ പ്രസാദിപ്പിക്കാൻ ചോതി വഴിപാട് അതിവിശിഷ്ടമാണ്. പഞ്ചഭൂതങ്ങളിൽ വായുദേവന്റെ നാളായ ചോതി നക്ഷത്ര ദിനത്തിൽ ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ചാൽ സകല ആപത്തുകളിൽ നിന്നും രക്ഷ നേടാമെന്നാണ് പറയുന്നത്. നിങ്ങൾ കടബാധ്യതകളാൽ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരാളാണെങ്കിൽ, ശത്രുഭയം നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ടെങ്കിൽ, അതിൽ നിന്നെല്ലാം കരകയറി കുടുംബത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ശാന്തിയും നിലനിൽക്കാൻ പതിവായി ചോതി നക്ഷത്ര ദിവസം നരസിംഹ ക്ഷേത്ര ദർശനം നടത്തി യഥാവിധ വഴിപാടുകൾ ചെയ്താൽ ഫലം അത്ഭുതപ്പെടുത്തുന്ന വിധമായിരിക്കും. ഇനി തൊട്ടടുത്ത നരസിംഹ ക്ഷേത്രം ഇല്ലാച്ചാലും സാരില്ല, തൊട്ടടുത്ത മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോകുന്നത് നല്ലതാണ്. അതുമല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് നരസിംഹമൂർത്തി പ്രീതികരമായ നാമങ്ങൾ, മന്ത്രങ്ങൾ ഒക്കെ ചൊല്ലാവുന്നതാണ്. അന്നേ ദിവസം പൂർണ്ണ ഉപവാസം എടുക്കുന്നത് അത്യുത്തമമാണ്. പക്ഷെ ആരോഗ്യം, സാഹചര്യം ഇവ അനുവദിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പൂർണ്ണ ഉപവാസത്തിലേക്ക് പോയാൽ മതി. അല്ലെങ്കിൽ ഒരിക്കലെടുക്കാവുന്നതാണ്. അതായത് ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കാവുന്നതാണ്. രാത്രിയിൽ പഴവർഗ്ഗങ്ങൾ എന്തെങ്കിലും കഴിക്കാവുന്നതാണ്. അന്നേ ദിവസം ത്രിസന്ധ്യാ നേരത്തെ നരസിംഹ ഭജനവും ക്ഷേത്ര ദർശനവും വളരെ പുണ്യമാണ്. പിറ്റേ ദിവസം, അതായത് മെയ് 12 രാവിലെ 5:01 ശേഷം നമ്മൾക്ക് വ്രതം മുറിക്കാവുന്നതുമാണ്. തന്റെ ഭക്തരെ ദുരിതക്കടലിൽ നിന്ന് രക്ഷിക്കുവാൻ ഏത് ഉപായത്തിലൂടെയും ഭഗവാൻ നമ്മുടെ അരികിൽ എത്തിച്ചേരും എന്ന സന്ദേശമാണ് നരസിംഹമൂർത്തിയുടെ അവതാര കഥ നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ എത്ര വലിയ ദുഃഖത്തിൽ അകപ്പെട്ടു നിൽക്കുന്നുവോ അതെല്ലാം നൈമിഷികമാണ്. നമ്മുടെ സാക്ഷാൽ ഭഗവാൻ ഏതൊരു രൂപത്തിലും നമ്മുടെ മുൻപിൽ അവതരിക്കും, നമ്മളെ ചേർത്ത് പിടിക്കും. ഇത് ഉറപ്പാണ്. ഈ നരസിംഹമൂർത്തി ജയന്തി എല്ലാവരും ഭക്തിയോടെ, വിശ്വാസത്തോടെ, തെളിഞ്ഞ മനസ്സോടെ ആചരിക്കാൻ ശ്രമിക്കുക. ഭഗവാന്റെ നിസ്സീമമായ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.